ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സഹകരണ ബാങ്കുകളിലേക്കുള്ള 2025 പുതിയ റിക്രൂട്ട്മെന്റിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. CSEB-യുടെ 2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകൾക്ക് എന്തൊക്കെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കാം എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സഹകരണ സർവീസ് ബോർഡാണ് ഇത് എക്സാമിനേഷൻ നടത്തുന്നത്. എല്ലാവർക്കും എഴുതാനൊക്കില്ല. തീർച്ചയായിട്ടും ഇതിന് സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ബോർഡ് നടത്തുന്ന ഏതെങ്കിലുമൊക്കെ യോഗ്യതകൾ കരസ്ഥമാക്കിയവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യോഗ്യതകൾ വിശദമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് കാറ്റഗറി നമ്പർ 8/2025 ജൂനിയർ ക്ലർക്ക് എന്ന തസ്തികയാണ്. ഇത് വ്യത്യസ്തങ്ങളുള്ള സ്ഥാപനങ്ങളുണ്ട്. ഈ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കി സൈറ്റിൽ കയറി നോക്കി വിലയിരുത്തി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിന് ഫീ ഉള്ളതുകൊണ്ടും ഒപ്പം തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആണ് തോന്നുന്നത് മാത്രം അപ്ലൈ ചെയ്താൽ മതിയാണ്. അതുകൊണ്ട് സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല. വ്യത്യസ്ത സ്ഥാപനങ്ങളിലാണ്. ജസ്റ്റ് ഇതിന്റെ യോഗ്യതയാണ് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും. ഇതിൽ ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ എന്ന് പറയുന്ന ഒരു യോഗ്യതയിലേക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് സഹകരണ നിയമത്തിന് വിധേയമായിട്ട് SSLC അഥവാ തതുല്യ യോഗ്യതയും സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അടിസ്ഥാന യോഗ്യത ഉള്ളവരായിരിക്കണം. ഈ ഒരു യോഗ്യത മാനദണ്ഡമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഒരു യോഗ്യത ഉള്ളവർക്ക് നിങ്ങളുടെ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒഴിവുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അത് നമ്മുടെ ഈ വെബ്സൈറ്റിൽ തന്നെ കയറി നിങ്ങൾക്ക് മനസ്സിലാക്കി അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ 6/2025 ആണ്. ഇത് മറ്റൊരു പോസ്റ്റുമല്ല, സെക്രട്ടറിയാണ്. അത്യാവശ്യം നല്ല തസ്തികയാണ്. ഇത് ഡിഗ്രി വിത്ത് HDC ആൻഡ് BM വിത്ത് 7 years ഓഫ് എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടന്റ് ഓർ എബവ് ദ പോസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അത് ഒരു യോഗ്യതയാണ്. അടുത്തത് BSc കോപ്പറേറ്റീവ് ആൻഡ് ബാങ്കിങ് ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിത്ത് 5 year എക്സ്പീരിയൻസ് ആസ് എ അക്കൗണ്ടന്റ് ഓർ എബവ് ദാറ്റ് പോസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അടുത്തതായിട്ട് മാസ്റ്റർ ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ MCOM വിത്ത് ഫിനാൻസ് ആസ് എ മെയിൻ സബ്ജക്ട് ഓർ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് of India with 3 year experience in banking sector and having cooperative qualification. അടുത്തതായിട്ട് BCom Corporation with 7 years of experience as an accountant or above that post cooperative bank as per government order number 2020/2022 cooperative dated 29/3/2022. ഈ നോട്ടീസ് പ്രകാരം യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്തതായിട്ട് കാറ്റഗറി നമ്പർ 7/2025 അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയാണ്. ഇത് സഹകരണ നിയമത്തിന് വിധേയമായി എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച അംഗീകൃത സർവകലാശാലാ ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയൻ HDC അല്ലെങ്കിൽ HDC BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് 1 വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc MSc സഹകരണം ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദമുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതും നിങ്ങൾക്ക് നിർദ്ദിഷ്ട സ്ഥാപനത്തിൽ സൈറ്റിൽ കയറിയിട്ട് കൺസിഡർ ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 9/2025 ആണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MCA അല്ലെങ്കിൽ BTech ആണ്. കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. എക്സ്പീരിയൻസ് മിനിമം വർക്ക് എക്സ്പീരിയൻസ് 3 year ആസ് എ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഓർ ഇക്വലന്റ് പോസ്റ്റ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടുത്തെ യോഗ്യത. ഇനിയും അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 10/2025 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത. കൂടാതെ കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഇവിടെ അപേക്ഷിക്കാനുള്ള നിർദ്ദിഷ്ട യോഗ്യതയായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനിയും പ്രായപരിധി വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് 1/1/2025 പ്രകാരം 18 വയസ്സ് കഴിഞ്ഞവരും എന്നാൽ 40 വയസ്സ് കഴിയാത്തവരുമായിരിക്കണം. എന്നാൽ ഇതിൽ പ്രായപരിധിയിൽ ഇളവ് OBC വിഭാഗങ്ങൾക്കും SC STക്കും ശാരീരിക ക്ഷമതയിൽ ബുദ്ധിമുട്ടുള്ളവർക്കും ആനുപാതികമായിട്ട് ലഭിക്കുന്നതായിരിക്കും. സഹകരണ സർവീസ് ബോർഡിന്റെ 100 ചോദ്യങ്ങളാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അഭിമുഖത്തിന് 20 മാർക്കും ഉണ്ടായിരിക്കും. ഇനിയും ഏത് പോസ്റ്റുകളാണോ അപേക്ഷിക്കുന്നത് അതിന് തതുല്യമായ ഫീസും ഒപ്പം തന്നെ 18% GSTയും കൂടി നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്.
നിങ്ങൾ ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിലും www.kerala.cseb.kerala.gov.in എന്ന സൈറ്റിൽ കയറി ആ ഒരു സൈറ്റ് മുഖേന വേണം നിങ്ങൾ അപേക്ഷിക്കാൻ. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറിയാൽ എല്ലാ നോട്ടിഫിക്കേഷൻ്റെയും വിശദ വിവരങ്ങൾ ലഭ്യമാണ്. മലയാളത്തിലാണ് നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിർദ്ദിഷ്ട യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതാണ്. കേരളം വളരെ മികച്ച രീതിയിൽ സഹകരണ മേഖലയുമായി മുമ്പോട്ട് പോകുന്നൊരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഐച്ഛികമായിട്ടുള്ള മേഖലയിൽ തന്നെ അപേക്ഷിക്കുക. അപ്പോൾ എല്ലാവരും അപേക്ഷിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.